കരുതലിൻ പ്രാതലൊരുക്കി കരുണതൻ കരങ്ങൾ നീട്ടി അൾത്താരയാം തീരമണയാൻ വിളിക്കുന്നു തിരുനാഥൻ. ജീവിത സാഗരത്തിൻ പ്രിയ യാത്രികരെ അണയൂ. ജീവിതത്തിൻ വലതുവശത്തിനി വലയെറിയ നേട്ടങ്ങൾ ഈ യാഗപീഠേ അർപ്പിക്കാം. ഒരു വലയിലെന്നപ്പോൾ സകലരെയും തിരുസവിധേ ചേർത്തിടാം. ഒരു വലയിലെന്നപ്പോൾ സകലരെയും തിരുസവിധേ ചേർത്തിടാം. തീർത്ഥാടക ജനമേ തിരുസഭയെ അണയൂ. ജീവിത സാഗരത്തിൻ പ്രിയ യാത്രികരെ അണയൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നോ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്ത് സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേ. അത്യുന്നതമാം സ്വർലോകത്ത് സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും
വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദ്യൂവിൻ കനക പൂങ്കാവിൽ നാഥനു ഗാനമുദിത്തിടുവിൻ. നാഥനു ഗാനമുദിത്തിടുവിൻ. ദൈവിക ശക്തിക്കനുഗുണമായി പരിചൊടുനാഥനെ വാഴ്ത്തിടുവിൻ. ദൈവിക ശക്തിക്കനുഗുണമായി പരിചൊടുനാഥനെ വാഴ്ത്തിടുവിൻ. മാഹാത്മ്യത്തിനിണങ്ങിയപ്പോൾ പാടി പാടി നമിച്ചിടുവിൻ. പാടി പാടി നമിച്ചിടുവിൻ. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദ്യൂവിൻ കനക പൂങ്കാവിൽ നാഥനു ഗാനമുദിത്തിടുവിൻ. നാഥനു ഗാനമുദിത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ
വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന 2 ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിനു ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ദീപികളാൽ ഹല്ലേലൂയ ദീപികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിശ്വാസികൾക്കിടയിൽ ഭിന്നത. സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരുന്നു. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല. സ്റ്റെഫാനോസിൻ്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. വിണ്ണിലെ വചനമേ കണ്ണുനീർ മായ്ക്കുവാൻ മണ്ണിലേക്കണയുക, പാടുന്നു ഹല്ലേലൂയ. വിണ്ണിലെ വചനമേ കണ്ണുനീർ മായ്ക്കുവാൻ മണ്ണിലേക്കണയുക, പാടുന്നു ഹല്ലേലൂയ. പാടുന്നു ഹല്ലേലൂയ, പാടുന്നു ഹല്ലേലൂയ, പാടുന്നു ഹല്ലേലൂയ, പാടുന്നു ഹല്ലേലൂയ, പാടുന്നു ഹല്ലേലൂയ, പാടുന്നു ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 14, 7 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണം വരുന്നതിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതന്മാരെയോ സഹോദരന്മാരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാകുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകുവാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ അത്താഴത്തിൻ്റെ ഫോട്ടോ പടം കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. നമ്മുടെ പള്ളിയുടെ ആ ഭിത്തിയിലും ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ പടം വരച്ചത് യേശു അന്ന് സെഹിയാൻ ഒട്ടുശാലയിൽ പെസഹ അത്താഴം കഴിച്ചപ്പോൾ ഇരുന്ന ക്രമത്തിൽ ആകണമെന്നില്ല. എങ്കിലും അന്നത്തെ യഹൂദന്മാരുടെ ഒരു വിരുന്നിൻ്റെ ഒരു ക്രമമുണ്ട്, ഒരു ചട്ടങ്ങൾ. അതനുസരിച്ചായിരിക്കും ആ കലാകാരൻ ഭാവനയിൽ ആ ചിത്രം വരച്ചു വച്ചിരിക്കുന്നത്.
അതിൻ്റെ അടിസ്ഥാനം അതാണ്. യഹൂദന്മാർ ഒരു വിരുന്ന് നടത്തുമ്പോൾ നടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അതിൻ്റെ ഇടതുവശത്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആൾ, വലതുവശത്ത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആൾ, ഈ വശത്ത് നാലാമത്തത്, വലതുവശത്ത് പിന്നെ അഞ്ചാമത്തത്. അങ്ങനെയാണ് അവരുടെ ഒരു ക്രമം. ഇവിടെ ഈശോ പെസഹ തിരുനാളിലാണ് ഊട്ടുമേശയ്ക്ക് അടുത്തിരുന്നു കൊണ്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ആ ക്രമമനുസരിച്ചായിരിക്കണം ഈശോയും ശിഷ്യന്മാരും ഇരുന്നത്. അവിടെ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകി രണ്ട് വശത്തോട്ടും കൊടുത്തു കാണും. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി നിങ്ങൾ പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞ്. സാധാരണ രീതിയിൽ ഒരു ഊട്ടുമേശയുടെ ചുറ്റുമായിരിക്കും മുൻവശത്ത് അവർ സ്ഥലം അല്പം ഒഴിച്ചിട്ടിരിക്കും ഭക്ഷണമൊക്കെ വിളമ്പുന്നതിന് വേണ്ടി. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെയും കുർബാന അർപ്പിക്കപ്പെടുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റും നമ്മളെല്ലാവരും ആയിരിക്കുന്നു. ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലമാണ് യേശു ഉപയോഗിച്ചത്. യേശുവിന് വിരുന്ന് വളരെ ഇഷ്ടമായിരുന്നു. ധാരാളം വിരുന്നിൻ്റെ ഉപമ പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തെ വിരുന്നിനോടാണ് ഉപമിച്ചിരിക്കുക. അങ്ങനെ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് അൾത്താര മേശയ്ക്ക് ചുറ്റും നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നു. വിശുദ്ധ കുർബാന ബലിയും കൂടിയാണ്. ബലി എന്ന് പറയുമ്പോൾ കാൽവരിയിൽ അർപ്പിച്ചതായ പിതാവായ ദൈവത്തിന് പുത്രൻ തന്നെ അർപ്പിച്ചതായ ബലിയെയാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുക. അതാണ് പെസഹ ദിവസം യേശു 2 ദിവസം കഴിഞ്ഞ് കാൽവരിയിൽ അർപ്പിക്കപ്പെടാനിരിക്കുന്നതായ തൻ്റെ ശരീരവും രക്തവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കുദാശപരമായിട്ട് അവർക്ക് അത് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബലി കൂടിയാകുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, വെറും വിരുന്ന് മാത്രമല്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന് യേശു പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ബലിയർപ്പണ സമയത്ത് നമ്മളൊരു കുരിശുരൂപം പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരുടെയും കാർമ്മികൻ്റെയും മധ്യത്തിലായിട്ട് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ബലിയർപ്പണ സമയത്ത് ഇത് ബലിയർപ്പണമാണ്, അതേസമയം ഇതൊരു വിരുന്നാണ്. നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുണ്ട്. അതിനെയാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സുവിശേഷത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കിടക്കാം. അവിടെ ഈശോയ്ക്ക് വിരുന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവരുടെ ആതിഥ്യ മര്യാദകൾ ആ നാട്ടിലുള്ളത്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോയും പെസഹ വിരുന്ന് ഭക്ഷിച്ചത്, വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈശോ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പല വീടുകളിലും ഈശോ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടതായ ചില കശപിശ പരിപാടികൾ ഈശോ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ ശിഷ്യന്മാരോടുമായിട്ടും അവിടെ വന്നിരിക്കുന്നവരോടുമായിട്ട് ഈശോ ഒരു ഉപദേശം നൽകുകയാണ് ചെയ്യുന്നത്. ഒരു സദ്യക്ക് പല ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും കുടുംബനാഥൻ. എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. വേറെ ആരെയൊക്കെ ക്ഷണിച്ചിരിക്കണമെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്നേക്കാൾ പ്രമുഖരായ ആളുകളും അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്ഷണിക്കപ്പെട്ടതാണ് എന്ന് കരുതിക്കൊണ്ട് അവിടെ നേരത്തെ പറഞ്ഞ ആ പ്രമുഖ സ്ഥാനങ്ങളിൽ ഞാൻ കയറിയിരുന്നാൽ എന്നേക്കാൾ പ്രമുഖരായ ആളുകളെ ആ കുടുംബനാഥൻ ക്ഷണിച്ചിട്ടുണ്ടാകാം. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ രണ്ടുപേരും ക്ഷണിക്കപ്പെട്ടവരാണ്, ശരിയാ. പക്ഷേ എന്നേക്കാൾ പ്രമുഖനായ ഒരാൾ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ വെയിറ്റ് ചെയ്യിക്കാൻ സാധ്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ ആ കൂട്ടത്തിൽ അവിടെ കൂടിയിരിക്കുന്നവരുടെ മുമ്പിൽ ഞാനായ
ഒരു അപമാനിതനാകുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈശോ പറയുന്ന ഒരു ഉപദേശം ഇതാണ്: നീ ആദ്യമേ തന്നെ പ്രമുഖ സ്ഥാനങ്ങളിൽ കയറിയിരിക്കേണ്ട, അല്പം ഒന്ന് മാറിയിരിക്കുക. അപ്പോൾ നീയാണ് ആ സമൂഹത്തിൽ ഏറ്റവും പ്രമുഖനെങ്കിൽ നിന്നെ വിളിച്ച് പ്രമുഖ സ്ഥാനത്തിരുത്തും. അപ്പോൾ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നീ കുറേ കൂടി മാന്യനായിത്തീരുകയാണ് ചെയ്യുന്നത്, കുറേ കൂടി ബഹുമാന്യനായിത്തീരും. ഇത് വാച്യാർത്ഥത്തിലുള്ള ഒരു കാര്യമാണ്. ഈശോ ഇതിലൂടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വളരെ ലാളിത്യം ഉണ്ടായിരിക്കണം എപ്പോഴും. നമ്മൾ കൊച്ചുകുട്ടികളെ LKG തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒന്നാമനാകണം എന്നുള്ളതാണ്. അതങ്ങനെ വളർന്നു വന്നു സമൂഹത്തിലും എല്ലാ കാര്യത്തിലും ഞാൻ ഒന്നാമനാകണം, ഏറ്റവും വില കൂടിയ കാർ എനിക്ക് വേണം, ഏറ്റവും വലിയ വീട് എനിക്ക് വേണം, ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ എനിക്ക് വേണം, ഏറ്റവും വലിയ അധികാരം എനിക്ക് വേണം. ചിലപ്പോഴൊക്കെ നമ്മുടെ ചില സ്റ്റേജുകൾ ഒടിഞ്ഞു വീഴാറുണ്ട്, തകർന്നു വീഴുന്നത് കണ്ടിട്ടുണ്ട്. ആളുകളുടെ സ്ഥാനമോഹികളുടെ ബാഹുല്യ നിമിത്തം എല്ലാവർക്കും സ്റ്റേജിൽ കയറിയിരിക്കണം, അണികളാകാൻ ആർക്കും താല്പര്യമില്ല. ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം ചിലപ്പോൾ അപ്പുറത്തായിരിക്കും, എന്നാലും എത്തിച്ചു നിന്നുകൊണ്ട് തല കാണിക്കും. മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ പ്രതികരണമാണതെല്ലാം. ഒന്നാമനായി തീരണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എന്നെ എല്ലാവരും കാണണം എന്നുള്ളത്. പക്ഷേ പൗലോസ്ലീഹ പറയുകയാണ് ചെയ്യുന്നത്, യേശുവിൻ്റെ മനോഭാവമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന്. യേശുവിൻ്റെ മനോഭാവം എന്താണ്? പൗലോസ്ലീഹ ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ ഓരോരുത്തരെയും എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണണമെന്ന്. അതൊരു മനോഭാവമാണ്, ഒരു കാര്യത്തിൽ മാത്രം ചെയ്യേണ്ടതല്ല, എൻ്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ സ്വീകരിക്കേണ്ട ഒരു കാഴ്ചപ്പാടാണത്. അവനേക്കാൾ വലിയവനാണ് ഞാനെന്നുള്ള കാഴ്ചപ്പാടല്ല ഉണ്ടാകേണ്ടത്, എന്നേക്കാൾ വലിയവനാണ് അവൻ എന്നുള്ളൊരു കാഴ്ചപ്പാട്. യേശുവിൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നു. ദൈവമായിരുന്നിട്ടും അവിടുന്ന് ആ സമാനത, ദൈവത്തോടുള്ളതായ തുല്യത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുക. നമുക്കറിയാം യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത്. മുമ്പ് പറഞ്ഞ ആ പെസഹ ഭക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു അടിമകൾ ചെയ്യുന്നതായ ജോലി തൻ്റെ അപ്പോസ്തലന്മാരുടെ കാലുകളൊക്കെ കഴുകിക്കൊണ്ട് അവിടുന്ന് ഒരു ശുശ്രൂഷയുടെ പാഠം അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെന്നെ ഗുരു എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ശരിയാ, ഈ ഗുരുവായ ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ചെയ്യുവിൻ. അതാണ് ഈശോയുടെ മനോഭാവം. ഈ സംഭവത്തിലൂടെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരോട് കുറേ കൂടിയൊക്കെ ലാളിത്യ മനോഭാവം, വിനീത മനോഭാവം, മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കുന്നൊരു മനോഭാവം ഉണ്ടാകണമെന്ന് ഈശോയോട് പഠിപ്പിക്കുകയാണ്. 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് പറയുകയാണ് ചെയ്യുന്നത്, ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു. അവനും കൊടുക്കുന്നുണ്ട് ഒരു ഉപദേശം. നമ്മൾ ഒരു പരിപാടി നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ, സദ്യ നടത്തുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിലുള്ളവരെയാണ് നമ്മൾ സാധാരണ ക്ഷണിക്കുക. ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ശേഷിയുള്ളവനാണെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള മറ്റുള്ളവരെ, അയൽക്കാരെ, ബന്ധുക്കളെ, കൂട്ടുകാരെ ഒക്കെ നമ്മൾ വിളിക്കും. എന്തായിരുന്നാലും നമ്മുടെ സ്റ്റാറ്റസ് നമ്മളവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈശോ പറയുകയാണ് ചെയ്യുന്നത്, അവൻ്റെ വീട്ടിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമ്മെ ക്ഷണിക്കും. അപ്പോൾ നമ്മൾ ചെയ്തതിനുള്ളതായ പ്രത്യുപകാരം മറ്റവൻ ചെയ്തു കഴിയുമ്പോൾ പ്രതിഫലം പ്രത്യേകിച്ച് തമ്പുരാൻ്റെ മുമ്പിലൊന്നുമില്ല. നമ്മൾ കൊടുത്തു, നമുക്കും കിട്ടി, തീർന്നു, ആ ഇടപാട് അവസാനിച്ചു. ഈശോ പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ തിരിച്ച് കിട്ടും എന്ന് തിരിച്ച് കിട്ടുമെന്ന് തിരിച്ച് കൊടുക്കാൻ ശേഷിയില്ല എന്ന് നിനക്ക് ഉറപ്പുള്ള ചിലരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് കുരുടര്, മുടന്തര്, വികലാംഗര്, സമൂഹത്തിൻ്റെ പിന്നാമ്പുറം നിൽക്കുന്നവർ, അതിർത്തിയിൽ നിൽക്കുന്നവർ, പ്രമുഖ സ്ഥാനങ്ങളൊന്നും അവർക്കില്ല. അങ്ങനെയുള്ളവർ ക്ഷണിച്ചാൽ അവർക്ക് തിരിച്ചു നൽകാനൊന്നുമില്ല അവരുടെ കൈവശം. പക്ഷെ തിരിച്ച് നൽകുന്ന ഒരുത്തനുണ്ട് തമ്പുരാൻ കർത്താവ്, ഇത് കാണുന്ന ഒരുത്തനുണ്ട്.
അവനാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ പോവുക. തൽക്കാലം ചിലപ്പോൾ അവരൊന്നും പറഞ്ഞില്ലെന്നൊരു വാക്ക് താങ്ക്സ് ഫോറും പറയാൻ അവർക്കറിയാൻ പാടില്ല, അവർ പോയിന്ന് വരും. വാച്യാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിലും നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് അത് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളെ, മുൻപറഞ്ഞ ആളുകളെ, നമ്മുടെ സ്റ്റാറ്റസിലുള്ള ആളുകളെ ക്ഷണിക്കേണ്ട എന്നൊന്നും അവിടെ അർത്ഥമാക്കുന്നില്ല. കാരണം ധൂർത്തനായ പുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ അപ്പൻ നല്ല ഒരു കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കി അയൽക്കാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ക്ഷണിച്ചു വരുത്തി. അപ്പോൾ നല്ലൊരു വിരുന്ന് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം ഈശോ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഭാവമാണ്. ഇവർക്ക് വിളിച്ചു കൊടുത്തുകൊള്ളുക. എനിക്ക് തോന്നുന്നു തീർത്തും അവരെ അവോയ്ഡ് ചെയ്യേണ്ടത് ഒരു ഭംഗിയാവില്ല. പക്ഷേ ഈ പിന്നാമ്പുറത്ത് താമസിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ട്. അവർക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിലും അവിടെ കൊണ്ടുപോയി അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. എത്രയോ കൊറോണ പല പാഠങ്ങളും നമ്മൾ പഠിപ്പിച്ചു. അതിലൊരു പാഠമാണ് നമ്മുടെ വിരുന്നുകൾ. 10ഉം 20ഉം കോഴ്സുകളൊക്കെയാണ് ഓരോ ഭക്ഷണത്തിന്. എത്രായിരം രൂപയാണ്. ഒരു മനുഷ്യന് തിന്നാൻ പറ്റുമോ മുഴുവനും? എല്ലാം പതുക്കെ രുചിച്ച് നോക്കി ഒക്കെ വേസ്റ്റാക്കി കളയും. അങ്ങനെ വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം എത്രയായിരം രൂപയുടെയാണ്. അപ്പോൾ പോലും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള ചിന്ത മനസ്സിലില്ലാതെ പോകുന്നു. മനഃപൂർവ്വമൊന്നുമല്ല, അങ്ങനൊരു ഭാവം നമ്മുടെ ജീവിതത്തിലില്ല, ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലില്ല. അപ്പോൾ നാട്ടുകാരെ ഒക്കെ വിളിച്ച് സദ്യ കൊടുത്തില്ല, നന്നായിരുന്നു, കല്യാണം പരിപാടിയും പാർട്ടിയൊക്കെ നന്നായിരുന്നു, ചിലർ അവരുടെ അഭിനന്ദനമൊക്കെ കിട്ടുമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കൊച്ചു കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമായിരിക്കും. അതൊക്കെ മലയാളികളുടെ ശൈലിയാണ്. അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ സമൂഹത്തിലുണ്ട്. അവർക്കും ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നന്ദി പറയില്ല. പക്ഷേ നന്ദി പറയാൻ തമ്പുരാൻ കർത്താവുണ്ടായിരിക്കും. അവനായിരിക്കും നമ്മളോട് അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകുക. ഈശോ പഠിപ്പിക്കുന്ന പാഠം അതാണ്. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വീട്ടുകാർക്കും വിരുന്നിന് വരുന്നവർക്കൊക്കെ നൽകുന്ന ഉപദേശമുണ്ട്. വിരുന്നിന് വരുന്നവർ തന്നേക്കാൾ ശ്രേഷ്ഠരായ ആളുകൾ അവിടെയുണ്ട്. അവരെ നമ്മൾ അംഗീകരിക്കുക. അത് വിരുന്നിന് വരുന്ന മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലുണ്ട്, വീട്ടിലുണ്ട്, യൂണിറ്റിലുണ്ടായിരിക്കും, നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വരുമ്പോഴുണ്ടായിരിക്കും, യോഗങ്ങളിൽ, ഇവിടെയൊക്കെ ഞാനാണ് പ്രമുഖൻ എന്നുള്ള ആ രീതിയിലല്ല അവിടെ പെരുമാറേണ്ടത്. എന്നെക്കാൾ അറിവും ശേഷിയും കഴിവും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വേറെ ഉണ്ടെന്നുള്ള കാഴ്ചപ്പാടുണ്ടാകുക. കുടുംബനാഥനോട് പറഞ്ഞതുപോലെ ഞാനൊരു പരിപാടി നടത്തുമ്പോൾ ആ ചെലവിൻ്റെ ഒരംശം എനിക്ക് തിരിച്ചു നൽകാൻ ശേഷിയില്ലാത്ത ആളുകൾ സമൂഹത്തിലുണ്ട്. ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ എനിക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ വലിയൊരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ അവർക്ക് നന്ദി പറയാൻ പറ്റിയില്ല, പക്ഷെ നന്ദി പറയാൻ തമ്പുരാൻ കർത്താവ് ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന മേഖലകളിലൊക്കെ ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ മനോഭാവം അടിവരയിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഇതാണ്. ഈശോയുടെ മനോഭാവം ഈശോയിൽ വിശ്വസിക്കുന്നവർക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധപിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷൻ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലീത്തായെയും മാർ ആന്റണി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃക അനുസരിച്ച്
നിന്നോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിനു വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത് ഞങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് നിന്റെ അരുപി അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും ഈ രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമേ എന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്ഥലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിടുവിൻ. സാധനം അതുപോലാത്മജനും ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മയൗസിപ്പിനെയും സാദരമൂർത്തിയിടാം പവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധരാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസഹാക്യാക്കോബെന്നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. പിതാവിനും പരിശുദ്ധാത്മാവുമായ ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. മുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഉന്നതനാം രാജാവേ, മാനവനായി തീർന്നവനേ, അഖിലത്തിനുമുടയോനേ, അനവരതം പാടുന്നു. ഹോശാന 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 ഹോശാന. കർത്താവായ
പിതാവായി ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവർ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദൈവപിതാവേ, കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചു അങ്ങയെ അനുഗ്രഹമാണ് ആരാധിക്കുന്നു, കടങ്ങൾ പുറത്ത് വിശുദ്ധീകരിച്ചു ജീവനുമെന്തേ അങ്ങ് ഞങ്ങൾക്ക് സർവ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പോലീത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും കർത്താവേ, കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞുപോയ എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ആർക്കൊക്കെ വേണ്ടിയോ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കും, ശിഷ്യ ലോകമെങ്ങും കൊറോണ വൈറസ് രോഗം മൂലം കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും, ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മരണവാർഷികം അനുസ്മരിക്കുന്നവർക്കും, ഇപ്പോഴങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ബലഹീനനായ എനിക്ക് വേണ്ടിയും കർത്താവേ, കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധമായ ബലിപീഠത്തിന് ഞങ്ങൾ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരത്നങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദേവാലയനെ ആലയത്തിന്റെ അങ്ങയുടെ ഈശോയുടെ അതിദാരുണമായ
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ ഈ കുർബാനയെല്ലാം വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായി, അങ്ങയുടെ തിരുനാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് യോഗ്യതയോടെ ഭക്ഷിക്കുന്നവർ പാപത്തിന് മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ, ഈയൽ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമിതാ. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു, തന്റെ ജനത്തോടു കാട്ടിയോരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ, ഇന്നും തുടിക്കും നീ കൂദാശയിൽ. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശ്വകുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവാനെന്ന് ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളും ഏറ്റുചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം അരുളുകയും ചെയ്തു. അവരോടുകൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്ത്യാദരപൂർവം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപാവരം നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും നമ്മിലൂടെ പ്രസരിക്കുവാൻ ദിവ്യപ്രേക്ഷിതന്റെ ശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുർബാനയിൽ നിന്നും ദൂരത്തായിരിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ കുർബാന അരൂപിയിൽ സ്വീകരിക്കാം. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന മനസ്സിൽ ചൊല്ലി ഒരു വിട്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരയണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, അറിയപ്പെടാത്ത സ്നേഹമേ, എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. നൽകട്ടെ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പോലെ,
അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറെടുക്കുന്ന അവിടെ പൂശപ്പെട്ട കരങ്ങളെ മന്നമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനിയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവിടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നൽകണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ പല സമർത്ഥങ്ങളെ ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരസ്യനിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശിക്ഷകരെയും വിശദീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയെ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. പിതാവായി ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവിക ദാനങ്ങളുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നമ്മെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരും മിശിഹായുടെ ഉത്തമ സ്നേഹിതരും തിരുഹിതം നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നവരുമാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കുർബാന കടങ്ങളുടെ പുതുക്കിയും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ നിറഞ്ഞുകൂടാ. ശംശയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.